സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെട്ടവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ കലോത്സവം ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വിദ്യാഭ്യാസത്തെ എത്തിക്കുന്നതിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഹിക്കുന്ന പങ്ക് അതുല്യം. ചുരുങ്ങിയ കാലം കൊണ്ട് 22,000 പഠിതാക്കളും 28 കോഴ്സുകളുമായി മുന്നേറുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 1 കോടി രൂപയുടെ ഗ്രാന്റ് യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചത് മികവിന്റെ തെളിവാണ്. കേരളത്തിലെ അന്തർ സർവകലാശാല കലോത്സവത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കണമെന്നുള്ള അതിൻ്റെ നേതൃത്വത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പ്രഥമ കലോത്സവം ഇവിടെ നടത്തപ്പെടുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സമൂഹത്തിന് നൽകുന്നത് അതുല്യമായ സംഭാവനയാണെന്ന് ചിഞ്ചുറാണി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, വൈസ് ചാൻസലർ പി എം മുബാറക് പാഷ, യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് പി സുധീർ, സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ കെ ശ്രീവത്സൻ, ഡോക്ടർ ടി എം വിജയൻ, കെ അനുശ്രീ, ഫിനാൻസ് ഓഫീസർ എം എസ് ശരണ്യ, ഹെഡ് ഓഫ് സ്കൂൾമാരായ ഡോക്ടർ ബിനോയ് ജോയ്, ഡോക്ടർ സോഫിയ രാജൻ, രജിസ്ട്രാർ ഡോക്ടർ ഡിംബി ബി ദിവാകരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.